ഹായ് ഫ്രണ്ട്സ്, മഞ്ഞുമൽ ബോയ്സ് ഇങ്ങനൊരു സിനിമ ഇറങ്ങാൻ പോകുന്നുവെന്ന് ഞാനടക്കമുള്ള പലരും ഭൂരിഭാഗം പേരും അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യത മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം ക്ലബ് FM കൊടുത്ത ഇന്റർവ്യൂയിലൂടെ ആയിരിക്കും. മലയാള സിനിമയുടെ തലവര മാറ്റാൻ പോകുന്ന സിനിമ എന്നാണ് സുഷിൻ ശ്യാം അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ തലവര മാറ്റിയോ എന്ന് എന്നോട് ചോദിച്ചാൽ അങ്ങനെ മാറ്റുന്ന സിനിമയൊന്നല്ല. അതിന്റെ അർത്ഥം പടം മോശമാണെന്നോ ആവറേജ് ആണെന്നോ എബോ ആവറേജ് ആണെന്നോ അല്ല. പടം ഗംഭീര പടമാണ്. പക്ഷെ തലവര മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വേറെ തന്നെ ഒരു ഭയങ്കര വ്യത്യസ്തത കൊണ്ടുവന്നു. ഇപ്പോൾ ഭ്രമയുഗത്തിനെ കുറിച്ച് നമുക്കത് പറയാൻ പറ്റും. മലയാള ഇൻഡസ്ട്രിയുടെ തലവര മാറ്റിയ ഒരു സിനിമ എന്ന് ഭ്രമയുഗത്തിനെ കുറിച്ചും മമ്മൂട്ടിയുടെ പെർഫോമൻസിനെ കുറിച്ചും പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനിയിപ്പോൾ സുഷിൻ ശ്യാം അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി പടത്തിന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവായിട്ട് ബാധിച്ചില്ല. ടിനു പാപ്പച്ചന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ലാലേട്ടന്റെ ഇൻട്രോയില് തിയേറ്റർ കുലുങ്ങുമെന്ന് പറഞ്ഞത് വാലിബന് അത്യാവശ്യം നെഗറ്റീവ് വേർഡ് ഓഫ് മൗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ തലവര മാറ്റും എന്ന് പറഞ്ഞത് തലവര മാറ്റുന്നില്ലെങ്കിൽ കൂടി പടത്തിനെ പോസിറ്റീവായിട്ട് തന്നെയാണ് എഫക്ട് ചെയ്തിരിക്കുന്നത്. കാരണം മലയാളത്തിലെ ഏറ്റവും മികച്ച സർവൈവൽ ത്രില്ലർ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ച് ഒരു സർവൈവൽ ഡ്രാമയാണ്. അപ്പോൾ ഏറ്റവും മികച്ച സർവൈവൽ ഡ്രാമകളിൽ ഒന്നായിട്ട് ഇതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ വേറൊരു ചോദ്യം വരും, അതിനും മാത്രം സർവൈവൽ ഡ്രാമകളും ത്രില്ലറുകളും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച സർവൈവൽ ഡ്രാമ 2018 ആണ്. പിന്നെ ഭരതന്റെ മാളൂട്ടി, മലയൻ കുഞ്ഞ് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ലാലേട്ടന്റെ നീരാളി, അത് അത്യാവശ്യം ഒരു ദുരന്തം പടമായിട്ടാണ് എല്ലാവരും പറയുന്നത്. എനിക്കും തീരെ ഇഷ്ടപ്പെടാത്ത ഒരു പടമായിരുന്നു നീരാളി. അതുകൊണ്ട് തന്നെ ഈ സർവൈവൽ ഡ്രാമ എന്നുള്ള ജോണറിൽ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് മഞ്ഞുമൽ ബോയ്സ്. ഇനി പടത്തിന്റെ പ്ലോട്ടിലേക്ക് വന്നാൽ ട്രെയിലർ തന്നെ എല്ലാം വ്യക്തമാണ്. 2006 കൊച്ചിയിലെ മഞ്ഞുമൽ എന്നുള്ള സ്ഥലത്ത് നിന്ന് തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലേക്ക് ടൂർ പോകുന്ന ഒരു സംഘം ഗുണ കേവിലെത്തുന്നു, അവിടെ കുടുങ്ങുന്നു. അതിനുശേഷം നടക്കുന്ന സംഭവങ്ങൾ. ഇതാണ് പടത്തിന്റെ പ്ലോട്ട്. ഈ ഗുണ കേവ് എന്ന പേരുള്ള കേവിന് എന്തുകൊണ്ട് ഗുണ കേവ് എന്ന് പേര് വന്നു എന്നുള്ളത് സിനിമയിൽ പറയുന്നുണ്ട്. പലർക്കും അറിയായിരിക്കും. കമൽഹാസന്റെ ഒരു മുമ്പത്തെ ഒരു പടം ഗുണ, അതിന്റെ ഷൂട്ടിംഗ് ഈ ഒരു കേവിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അതിനു മുമ്പ് ഇതിന്റെ പേര് ഡെവിൾസ് കിച്ചൺ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. തമിഴിൽ വേറെന്തോ പേരാണ്. പിന്നെ ഈ ഗുഹക്കുള്ളിൽ മുമ്പ് നടന്ന ദുരന്തങ്ങളെ കുറിച്ചൊക്കെ പടത്തിൽ ഇടക്കിടക്ക് പറയുന്നുണ്ട്. റിയൽ ലൈഫ് ഇൻസിഡന്റ് ആയതുകൊണ്ട് തന്നെ അധികം സസ്പെൻസ് ഒന്നും ഈ പടത്തിലില്ല. പ്ലെയിൻ ആണ്, പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷേ അതെങ്ങനെ എടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ഡയറക്ടർ ചിദംബരത്തിനെ കൂടാതെ ഇതിന്റെ ടെക്നിക്കൽ ടീം, എസ്പെഷ്യലി സുഷിൻ ശ്യാം, തുടക്കത്തിൽ ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ സുഷിന് വലിയൊരു ജോലി ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഗുഹയിലേക്ക് കടന്നു കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന എക്കോ, പിന്നെ വവ്വാലിന്റെ സൗണ്ട്, അങ്ങനെ പല ടൈപ്പ് സൗണ്ട് എഫക്റ്റുകൾ സുഷിൻ ഈ പടത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ വിചാരിക്കും ഒരു മാസ് പടത്തിന് വേണ്ട BGM ഒക്കെ ഉണ്ടോ പടത്തിൽ? അങ്ങനെയൊന്നുമില്ല. ജയിലറിലോ അല്ലെങ്കിൽ പിന്നെ വിക്രത്തിലോ കണ്ടതുപോലെ അനിരുദ്ധ് ചെയ്യുന്ന ടൈപ്പ് BGM ഒന്നുമല്ല. പക്ഷേ സുഷിന് അതുപോലത്തെ പടത്തിന് BGM കൊടുക്കാനും പറ്റും. അദ്ദേഹം ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. മലയാളത്തിലെ കറന്റ്ലി ഏറ്റവും ബെസ്റ്റ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് സുഷിൻ ശ്യാം തന്നെയാണ്. രണ്ടാമത് പറയുന്നത് ഇതിന്റെ VFX. ഇനിയിപ്പോൾ ഇതിൽ VFX ഉണ്ടോ ഇല്ലയോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. അതിന്റെ അർത്ഥം തന്നെ അത് അത്രയും മികച്ചതായതുകൊണ്ടാണ്. ഈ ഗുഹയൊക്കെ അവർ യഥാർത്ഥത്തിൽ പോയി ഷൂട്ട് ചെയ്തതാണോ ഇനി സെറ്റ് ഒരുക്കിയതാണോ അങ്ങനെ മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു സീനുകളും പടത്തിലില്ല. അതുകൊണ്ട് തന്നെ VFX ടീം 100% പെർഫെക്റ്റ് ജോബ് ചെയ്തിട്ടുണ്ട്. VFXന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ടതാണ് സിനിമാറ്റോഗ്രാഫി. ഷൈജു ഖാലിദാണ് ഇതിന്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ VFX ആണോ എന്ന്. ഇനി പെർഫോമൻസ്, കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ലീഡ് എന്ന് പറയുന്നത് സൗബിൻ ഷാഹിർ തന്നെയാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസുകളിൽ ഹൈലൈറ്റ്. ചില സീനുകളെ തുടക്കം വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇദ്ദേഹത്തിനെ കൊണ്ട് ഇത് പറ്റുമോ, എന്തിനാണ് ഇദ്ദേഹത്തെ ആ ഒരു റോളിലേക്ക് കാസ്റ്റ് ചെയ്തത്? പക്ഷെ ബ്രില്യൻ്റ് ആയിട്ട് സൗബിൻ ആ റോള് കൈകാര്യം ചെയ്തു. അത്യാവശ്യം ഫിസിക്കലായുള്ള അധ്വാനം വേണ്ട റോള് കൂടിയായിരുന്നു അത്. പിന്നെ ഇമോഷൻസും നല്ല രീതിയിൽ അദ്ദേഹം കൺവേ ചെയ്യുന്നുണ്ടായിരുന്നു. അധികം ഡയലോഗ്സ് ഒന്നും ഇല്ലാതെ തന്നെ മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് സൗബിൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് പറയാനുള്ളത് ശ്രീനാഥ് ബാസി. പൊതുവെ അദ്ദേഹത്തിന്റെ ഫാൻസായിട്ട് ഞാൻ കാണുന്നത് 20 വയസ്സ് താഴെയുള്ള ടീൻസ് ആണ്. ഈ ടീൻസ് ശ്രീനാഥ് ബാസിയുടെ പടം കാണുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട്. അവർ കുറച്ചൊരു മോഡേണായുള്ള ആറ്റിറ്റ്യൂഡൊക്കെ കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ ഈ സിനിമയിൽ തുടക്കത്തിലുള്ള ഒരു സീനിലൊഴിക, കുറച്ച് കുടിച്ചിട്ട് ഒരു കല്യാണ വീട്ടിൽ ഉണ്ടാക്കുന്ന ചില പരിപാടികൾ ഒഴിക, കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശ്രീനാഥ് ബാസി. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ പ്രതീക്ഷിച്ചിട്ട് കാണാൻ പോകുന്ന ആ ഒരു ഞാൻ പറഞ്ഞ ഒരു ടീൻസ് എന്നുള്ള ആ ഒരു വിഭാഗത്തിന് ചിലപ്പോൾ നിരാശ വരും. ശ്രീനാഥ് ബാസിന്റെ മാസ് നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. പക്ഷെ അദ്ദേഹം ഇതേപോലത്തെ ചാലഞ്ചിങ് ഒന്നുമല്ല റോള്, പക്ഷെ അത്യാവശ്യം വെറൈറ്റി റോള് ചെയ്യുന്നത്
വളരെ നല്ലതാണ് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ കരിയറിന്. ഇവരെ രണ്ടുപേരെയും കൂടാതെ പിന്നെയും കണ്ടമാനം കാസ്റ്റ് ഉണ്ട്. ബാലു വർഗീസ് ഉണ്ട്, ദീപക് പറമ്പോലുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് കൃത്യമായി മനസ്സിലായില്ല, അത് ആദ്യം മുഖം കണ്ടപ്പോൾ ഇദ്ദേഹം തന്നെയാണോ എന്ന് മനസ്സിലായില്ല. ആരാണെന്ന് അറിയോ? ജീൻ പോൾ ലാലിന്റെ മോൻ. താടിയൊക്കെ ഇല്ലാണ്ട് ഷെയ്വൊക്കെ ചെയ്തിട്ട് വേറെ തന്നെ ഒരാളായിട്ട് വന്നിട്ടുണ്ട് ഈ പടത്തിൽ. പിന്നെ അരുൺ കുര്യൻ, ഖാലിദ് റഹ്മാൻ സംവിധായകൻ, നമ്മുടെ ഉണ്ട, അനുരാഗ് കരിക്കിൻ വെള്ളം, പിന്നെ തല്ലുമാലയൊക്കെ സംവിധാനം ചെയ്തത് അദ്ദേഹത്തിന്റെ ബ്രദർ ഷൈജു ഖാലിദാണ് ഇതിന്റെ DOP. പിന്നെയും കാസ്റ്റ് ഉണ്ട്. ഗണപതി, അഭിറാം, അരുൺ കുര്യൻ, പിന്നെ ചന്തു സലീം കുമാർ. സലീം കുമാറിന്റെ മകൻ ചെറിയ റോളാണ്, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൈദി ലിയോലെ കോൺസ്റ്റബിൾ ജോർജ് മരിയൻ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമാണ്. അദ്ദേഹം ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് പോലീസ് കഥാപാത്രങ്ങൾ, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, അവരൊക്കെ എന്താണോ സിനിമക്ക് വേണ്ടത് അങ്ങനെ പെർഫോമൻസ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റോറിയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു, അത്യാവശ്യം പ്ലെയിൻ ആണ്, പ്രിഡിക്റ്റബിൾ ആണ്. ഒരു സർവൈവൽ ഡ്രാമയിൽ അത്യാവശ്യം ത്രില്ല് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ കൂടുതൽ ത്രില്ല് പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നിരാശയായിരിക്കും ഫലം. കാരണം ഇതിൽ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇമോഷൻസ് ആണ്. ഈ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ആ ടീംസിന്റെ ഉള്ളിലെ ഇമോഷൻസ്, അവർ തമ്മിലുള്ള കെമിസ്ട്രി, ബോണ്ടിങ്, അത് ചെറുപ്പകാലത്തുള്ള സീനുകൾ അടക്കം കാണിക്കുന്നുണ്ട്. ഈ ഒരു സിനിമയിൽ എനിക്കധികം ഇഷ്ടപ്പെടാതെ പോയ ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഈ കുഴിയിൽ വീണ് കഴിഞ്ഞ്, ഗുഹയിൽ വീണ് കഴിഞ്ഞ് ആ രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്താൻ വേണ്ടി കുറേ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ അതിവരെ ഈ പറഞ്ഞ ബോണ്ടിങ്ങും കെമിസ്ട്രിയും ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ്. എന്നാൽ പോലും അവിടെ സെക്കൻഡ് ഹാഫിൽ ചെറുതായിട്ട് പടം ഒന്ന് സ്ലോ ആയി. പക്ഷെ ആ സ്ലോ ആയതൊക്കെ ക്ലൈമാക്സ് ആകുമ്പോഴേക്ക് കൂടുതൽ നമ്മൾ ത്രില്ലല്ല, കുറച്ചും കൂടി ഈ ഒരു കഥാപാത്രങ്ങളോട് കൂടുതൽ ഇമോഷണലി കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പടത്തിന് കഴിയുന്നുണ്ട്. പിന്നെ ഈ പടത്തിൽ 1-2 ജമ്പ് സ്കെയർ സീൻസ് ഉണ്ട്. ഞാനിത് മുംബൈയിലെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ, സിനിമ കാണാൻ വേണ്ടി ഒരു 20-25 ആൾക്കാരേ ഉള്ളൂ. ഇവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല. ബേക്കിലെ റോസിലൊന്നും ആളില്ല. ഞാൻ ബേക്കിലെ റോയിലാണ് ഇരുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് ഈ ജമ്പ് സ്കെയർ സീന് വരുമ്പോൾ അധികാരം എടുത്തില്ല, ഒരു ഹൊറർ മൂഡ് കൂടി തരാൻ വേണ്ടി ആ സീനിന് കഴിഞ്ഞു. ചില ആൾക്കാർ എന്തായാലും ഞെട്ടിയിട്ടുണ്ടാവും. ഞാൻ നല്ലവണ്ണം ഞെട്ടിപ്പോയി ആ സീന് കണ്ടിട്ട്. അതുകൂടാതെ ചെറിയ ചെറിയ കോമഡികളും പടത്തിലുണ്ട്, അൺഇൻറ്റൻഷണൽ ആയുള്ള കോമഡികൾ. നാട്ടിൻ പുറത്തെ ആൾക്കാരുടെ കഥയാണല്ലോ. കോമഡി കുറച്ച് സെക്കൻഡ് മാത്രം വന്നു പോകുന്ന സൗബിന്റെ അച്ഛൻ കഥാപാത്രം ചെയ്ത ഒരാളുണ്ട്. അയാൾ വളരെ നന്നായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇമോഷണൽ സീൻസ്, ശ്രീനാഥ് വാസിയുടെ അമ്മയായി അഭിനയിച്ച നടി, അവരും ഗംഭീരമായിട്ട് ഇമോഷണൽ സീൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി ടോട്ടലായി പടത്തിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവൽ ഡ്രാമ. ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 4.5 ഔട്ട് ഓഫ് 5. 0.5 കുറച്ചത് ആ ഇടക്കുള്ള ചെറിയൊരു സ്ലോനെസ് അതുകൊണ്ട് മാത്രമാണ്. പടം മിനിമം ബ്ലോക്ക് ബസ്റ്റർ 50 കോടിയൊക്കെ പുഷ്പം പോലെ ഈ പടത്തിന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 100 കോടീൻ്റെ കാര്യം അറിയില്ല. പിന്നെ ഞാനിങ്ങനെ ചിന്തിക്കലായിരുന്നു, കഴിഞ്ഞ വർഷം തമിഴ് ഇൻഡസ്ട്രി ചെയ്തൊരു കാര്യം, അതായത് പല ടൈപ്പ് ജോണേഴ്സിലുള്ള പടങ്ങൾ, അതെല്ലാം ഹിറ്റ് പടങ്ങൾ, ആൾക്കാരെ തിയേറ്ററിലേക്ക് കുത്തി നിറച്ച് കയറ്റിയ പടങ്ങൾ വന്നൊരു വർഷമായിരുന്നു 2023 തമിഴ് ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ 2024 മലയാളത്തിൽ നമ്മളത് കാണുന്നു. ആദ്യം തന്നെ അബ്രഹാം ഓസ്ലർ ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ വന്നു. അതിനുശേഷം മലൈക്കോട്ടെ വാലിബൻ, അത് കുറേ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ കൂടി ഒരു ക്ലാസിക് ആയിട്ട് എന്നുള്ള രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടു. പിന്നെ വന്നത് പ്രേമലു, ഒരു റൊമാൻറ്റിക് കോമഡി എൻ്റർടൈനർ. അന്വേഷിപ്പിന് കണ്ടെത്തു, ഒരു റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ. പിന്നെ ബ്രഹ്മയുഗം, ഒരു ഫാൻറ്റസി ഡ്രാമ. ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ്, ഒരു സർവൈവൽ ഡ്രാമ. അങ്ങനെ 2 മാസത്തിനുള്ളിൽ നമുക്ക് 6-7 നല്ല സിനിമകൾ കിട്ടി. ഇനി എത്രയോ വരാനുണ്ട്. വിഷു റിലീസൊക്കെ 3-4 പടങ്ങൾ വരാനുണ്ട്. അപ്പോൾ മലയാള ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് 2024 ഒരു ലക്കി ഇയർ ആയിട്ടാണ് തോന്നുന്നത്.